സത്യം പറഞ്ഞാൽ ഇന്നലെ മൊത്തത്തിലൊരു പഴച്ച ദിവസമായിരുന്നു. ഇന്നും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും തമ്മിലുള്ള മത്സരം കാണാൻ പോയി. സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചില നല്ല മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളെ കൊണ്ട് കഴിഞ്ഞു. കുറച്ച് സ്റ്റണ്ണിങ് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യം കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു സമനില പോലും ഇന്നലെ നേടാൻ കഴിഞ്ഞത് എന്നുള്ളത് സത്യമാണ്. മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയുടെ വാക്കുകൾ കേട്ടപ്പം പുള്ളി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പുള്ളിക്കുള്ള സ്കോഡിനെ വെച്ച് പുള്ളി എന്ത് തേങ്ങ ചെയ്യാനാണ്. പുള്ളിക്ക് ഉള്ളത് കൊണ്ട് പുള്ളി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളിയെ കൊണ്ട് നടക്കുന്നില്ല. പുള്ളിയുടെ വാക്കുകൾ ഇന്നലെ ഭയങ്കര വേദനിപ്പിക്കുന്നതായിരുന്നു. പുള്ളി പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല മക്കളെ, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പിന്നെ പുള്ളി ആരാധകർ ഗാലറിയിലേക്ക് വന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ല. പുള്ളി പറഞ്ഞു, ആരാധകർ ഗാലറിയിലേക്ക് വന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പ്ലീ ചെയ്യാൻ മാത്രമുള്ള കളിയൊന്നും ഞങ്ങൾ കളിക്കുന്നില്ല. ഞങ്ങൾ നന്നായിട്ട് കളിക്കുവാണെങ്കിൽ മാത്രമേ ആരാധകരോട് ഗാലറിയിലേക്ക് വരാൻ അഭ്യർത്ഥിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഞങ്ങളെ കൊണ്ട് അത് പറ്റത്തില്ല. സോ കാറ്റലെ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. മാനേജ്മെൻറ്റിൻ്റെ നെറുകെട്ട നയങ്ങളുടെ മറ്റൊരു ബലിമൃഗമാണ് കാറ്റാലെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇവാൻ ഒരു ബലിമൃഗം, അതിനുശേഷം സ്റ്റെഹറെ മറ്റൊരു ബലിമൃഗം. ഈ ഡേവിഡ് കാറ്റാല എന്ന വ്യക്തിയെ നമ്മൾ ഒരുപാട് തവണ വിമർശിച്ചിട്ടുണ്ടായിരുന്നു, തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ മൗത്ത് പീസായിട്ട് വർക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അയാൾ. മാനേജ്മെൻറ്റിനെ എന്തിൻ്റെ പേരിലും സപ്പോർട്ട് ചെയ്യാനിരുന്ന അയാൾ തന്നെ അയാൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ വരണമെന്ന് പോലും പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം അയാളുടെ നിസ്സഹായാവസ്ഥയും കൂടി മനസ്സിലാക്കണം. അയാൾ പറഞ്ഞു ഇനി പുള്ളിയെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന്. ഇനിയിപ്പം മാനേജ്മെൻറ്റ് എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യാനാണ്, എല്ലാം തീർന്നു, അത്രേ ഉള്ളൂ.